നമ്മൾ ദിവസവും കഴിക്കുന്ന ഒരു പിടി ചോറിന് പിന്നിൽ മാസങ്ങളോളം മണ്ണിൽ വിയർപ്പൊഴുക്കിയ ഒരു കർഷകന്റെ അധ്വാനത്തിന്റെ ഫലമുണ്ട്. കാറ്റിലാടിയുലയുന്ന ഈ നെൽക്കതിരുകൾക്ക് പറയാൻ ഒട്ടനവധി കഥകളും അനുഭവങ്ങളും തിരിച്ചടികളുടെ അതിജീവനവുമുണ്ട്. സാങ്കേതിക വിദ്യയും കോൺക്രീറ്റ് സൗധങ്ങളും നാടുവാഴുമ്പോഴും മണ്ണിന്റെ മണം മറക്കാതെ ചേറ്റിലിറങ്ങി പൊന്നു വിളയിക്കുന്ന ഒരു കർഷകന്റെ അനുഭവങ്ങൾ കാണാം ഇന്നത്തെ ഭൂമികയിൽ. ഇതാണ് നമ്മുടെ വടക്കേച്ചാൽ പാടശേഖരം. വെങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പലിക്കുണ്ട് പുഴയുടെ അരികിലായിട്ടുള്ള വടക്കേച്ചാൽ പാടശേഖരം. ഇവിടെ നമ്മൾ മൊത്തം ഒരു 25 ഏക്കറോളം എല്ലാ കർഷകരും കൂടി കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കൃഷി ചെയ്യുന്ന 2.5 ഏക്കറാണ്. ഇതിലിപ്പോൾ നാടൻ നെല്ലായിട്ട് നസർബാത്തുണ്ട്, അതുപോലെ കാലബാത്തുണ്ട്, മസൂരി ഉണ്ട്, പിന്നെ കൃഷ്ണകാമോദ്, ഇങ്ങനെയുള്ള നാടൻ നെല്ലും ഉമ ഹൈബ്രിഡ് വിത്തായ ഉമയും ആണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും. ഇത് ഒരു 90 ദിവസം മുതൽ 115 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് ഇതിനെ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് എടുക്കാനുള്ള ഒരു ടൈം കിട്ടും. ഈ പാടശേഖരത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഒരു ഏക്കറിൽ നമുക്ക് 3000 കിലോ നെല്ല് കിട്ടണമെന്നാണ് നമ്മളെ പ്രതീക്ഷ. അത് കാലാവസ്ഥ വ്യതിയാനം അതുപോലെ മറ്റുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടാകുമ്പോഴും ഏകദേശം ഒരു 2500 മുതൽ 3000 കിലോ വരെ നെല്ല് നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഈ നെൽകൃഷി ഇപ്പം നമ്മൾ ശരിക്കും ഒരു പ്രശ്നമായി തോന്നുന്നത് ഈ തൊഴിലാളികളുടെ അഭാവമാണ്. തൊഴിലാളികൾ ഇപ്പം മറുനാടൻ തൊഴിലാളികളാണ് നമുക്ക് കിട്ടുന്നത്. അവർക്ക് നല്ല പൈസ കൊടുത്താൽ മാത്രമേ തൊഴിലിന് അവരെ കിട്ടുന്നുള്ളൂ. അതുപോലെ എല്ലാ സമയത്തും അവരെ നമ്മുടെ സമയത്തിന് കിട്ടണമെന്നില്ല. പിന്നെ യന്ത്രവൽക്കരണത്തിൽ ഇവിടെ ആകെ 1/2 ഏക്കർ അല്ലെങ്കിൽ 1 ഏക്കർ മാത്രമേ ഒരാൾക്കും സ്ഥലമുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അത് ഈ പ്രശ്നത്തിൽ യന്ത്രവൽക്കരണത്തിൽ നമുക്കധികം വലിയ ലാഭം കിട്ടുന്നില്ല. തൊഴിലാളികളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൃഷിനെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നെൽകൃഷി നല്ല ലാഭമാണ്. അതിന് നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഇതിൽ വരുമാനം കിട്ടുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വരുമാനം നഷ്ടം എന്നല്ല, ഇത് നല്ല നെൽകൃഷി ശരിക്കും ലാഭം തന്നെ. കൃഷിയിലേക്ക് ഇറങ്ങിയ സമയത്ത് പ്രധാനമായിട്ടും നേരിട്ടൊരു വെല്ലുവിളി എന്തായിരുന്നു? വെല്ലുവിളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളികളുടെ അഭാവം. മറുനാടൻ തൊഴിലാളികളാണ് ഞങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവരെ ഈ സമയത്തിന് നമുക്ക് കിട്ടില്ല. കാരണം എല്ലാവരും നെൽകൃഷി എല്ലാ സ്ഥലത്തും ഒരേ ടൈമിലായതുകൊണ്ട് മറുനാടൻ തൊഴിലാളികൾ വളരെ കുറവാണ്. അപ്പോൾ അവരെല്ലാ സ്ഥലത്ത് എത്തപ്പെടാൻ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഇത് ലേറ്റ് ആവേണ്ടി വരും, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നേരത്തെ ആവണം. അങ്ങനെയുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം റോഡ് സൗകര്യമില്ല, സ്ഥലം കുറച്ച് ബുദ്ധിമുട്ടാണ് എത്തപ്പെടാൻ. അതുകൊണ്ട് തന്നെ ഈ വളങ്ങൾ അതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഇവിടെ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും നെൽകൃഷി നമ്മളൊരു ജീവിത രീതിയായി നമ്മൾ ബിസിനസ്സല്ല, അല്ലാതെ ജീവിത രീതിയായി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല.
കുട്ടികളെ ചെറുപ്പത്തിലേ ഇതിനോട് ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം അച്ഛനമ്മമാർ അതായത് വീട്ടിലുള്ളവർ കുട്ടികളെ ഇതെങ്ങനെയാണ് ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അരിയോ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും നമ്മുടെ വീടുകളിൽ തന്നെ പച്ചക്കറികൾ സ്വന്തമായി നട്ട് വളർത്തുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്കും സ്വാഭാവികമായിട്ടും ഇതിനോടൊരു താല്പര്യം വരും. അല്ലാതെ ഒരു പെട്ടെന്നൊരു ദിവസം നമുക്ക് ഈ കൃഷിയിലേക്ക് കുട്ടികളെ കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്കൂൾ തലത്തിൽ ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന പോലെ സ്കൂൾ തലത്തിൽ കുട്ടികളെ ഈ കൃഷി ചെയ്യാനും അതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെ സർക്കാർ തലങ്ങളിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവും. എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഇത് കൃഷി ചെയ്യുന്ന സമയത്ത് ഇവിടെ LP സ്കൂളിലെ കുട്ടികൾ ഈ കൃഷി നടുന്നതും അത് ഞാറ് പൊരിക്കുന്നതും ഞാറ് നടുന്നതും അതുപോലെ കൊയ്ത്തിൻ്റെ സമയത്തൊക്കെ കുട്ടികൾ വന്ന് ഇതിന് അപ്പോൾ ആ ചെറിയ കുട്ടികൾ തന്നെ വന്നിട്ട് ഞാറ് പൊരിക്കുകയും ഞാറ് നടുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു താല്പര്യം തോന്നും കുട്ടികൾക്ക്. പിന്നെ അവർ പറയുമ്പോൾ അവർ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുന്നു. ഈ സാധനം ഇതെന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലെന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അതെന്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർ കുട്ടികൾക്ക് മനസ്സിലായി. അവർക്ക് എന്താണ് ഈ അരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അത് നെല്ലിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഈ നെല്ലെങ്ങനെ ഉണ്ടാകുന്നത്, അത് നമ്മൾ ഞാറ് നട്ട് അത് വിത്തിട്ട് മുളപ്പിച്ച് നട്ടതിന് ശേഷം ഉണ്ടാകുന്നത് കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായും താല്പര്യം ഉണ്ടാവും. അത് ഒന്ന് നമ്മൾ വീടുകളിൽ നിന്ന് അവരെ ആ സംസ്കാരം വളർത്തിയെടുക്കുക. രണ്ടാമത് കുട്ടികൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ആക്റ്റീവാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനമായി ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സ്കൂൾ തലങ്ങളിൽ ഇതിന് ഒരു പ്രോത്സാഹനം കൊടുക്കുക. കുട്ടികൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടാവും. ഒരു പുതിയ തലമുറയും കൂടി ഇതിലേക്ക് കടന്നു വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സംസ്കാരത്തിന് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നെൽകൃഷി കൂടാതെ സാറിൻ്റെ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചുറ്റും പച്ചപ്പാണ്, പലതരത്തിലുള്ള ഓർക്കിഡ് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് മറ്റ് കൃഷി രീതികൾ? ഓർക്കിഡ് ഞങ്ങൾ ഒരു 3 വർഷമായി ഓർക്കിഡ് തുടങ്ങിയിട്ട്. ഓർക്കിഡ് ഒരു ഫ്ലോറി വില്ലേജ്, അതായത് കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തിൻ്റെ ഇതിൽ ഫ്ലോറി വില്ലേജിൻ്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ വാങ്ങിച്ചതാണ് ഓർക്കിഡ്. 1000-ഓളം ഓർക്കിഡ് ഡെൻഡ്രോബിയം നമ്മൾ ചെയ്തത്. ഡെൻഡ്രോബിയം ഇതിപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാതെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. പിന്നെയാണ് മറ്റുള്ള നെൽകൃഷി ഇതുപോലെയുള്ള ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞത്, കുറച്ചും കൂടി കൃഷി വ്യാപിപ്പിക്കാന്നുള്ളത്. അങ്ങനെ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോഴ് ഏകദേശം ഒരു 6 തരം നെല്ല് വിത്തുകളാണ് നമ്മളിപ്പം പരീക്ഷിച്ചിട്ടുള്ളത്. തനതായിട്ടുള്ള നമ്മൾ ഉമയും ജയയും പോലെ ഹൈബ്രിഡ് നെല്ല് വിത്തും, അതുപോലെ നാടൻ നെല്ലായ നമ്മുടെ മസൂരി, അതുപോലെ കൃഷ്ണകൗമോദ്, അതുകൂടാതെ പുതുതായി ഒരു നസർബാത്ത്, കാലബാത്ത്, ഇങ്ങനെ 2 ഒരു പുതിയ നെല്ല്. അതായത് അതിൻ്റെ ഒരു ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഒരു ബ്രൗൺ കളറാണ് നെല്ലിൻ്റെ ഇതിന്. അപ്പോൾ അത് ഒരു പുതിയൊരു രീതിയിൽ നമ്മൾ പരീക്ഷിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് ഇപ്പം തുടങ്ങിയിട്ടുള്ളത്.
പിന്നെ അതുകൂടാതെ പശു, നാടൻ പശുവുണ്ട്, ആടുകളുണ്ട്, പിന്നെ കോഴി, അതിൽ ഗൂസ്, ടർക്കി, അത് അങ്ങനെയുള്ള കുറേ താറാവുകൾ. ഇതിലിപ്പോൾ നമ്മൾ ഓർക്കിഡിൽ എത്രയധികം വെറൈറ്റീസ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഓർക്കിഡിൽ ഇപ്പോൾ ഒരു 7 വെറൈറ്റി ഉണ്ട്. അത് ഡെൻഡ്രോബിയം ഉണ്ട്, ഫെലനോപ്സിസ് ഉണ്ട്, അതുപോലെ വാണ്ട, മൊക്കാറ, അങ്ങനെയുള്ള ഒരു 7ഓളം വെറൈറ്റികളാണ് ഓർക്കിഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരിചരണ രീതിയാണ് നമ്മുടെ ഒരു കാലാവസ്ഥയിൽ എങ്ങനെയാണ് അത് പരിചരിക്കുന്നത്? പരിചരിക്കാൻ ഓർക്കിഡ് അധികം വലിയ പരിചരണത്തിന് ആവശ്യമില്ല. പക്ഷെ എന്നാലും സാധാരണ ഒരു ചെടി നമ്മൾ സംരക്ഷിക്കുന്ന പോലെ അതിന് വളങ്ങളും ഇതൊക്കെ കൊടുത്തൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതായത് 18 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെയുള്ള ഒരു ടെമ്പറേച്ചറാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത്. അപ്പോൾ അത് കൂടുതലായി വെയിലത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് അത് ചെടി നശിച്ചു പോകും. ചൂട് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ. അതെ, ചൂട് ക്രമീകരിക്കാനുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ സാർ ഈ ഒരു കൃഷിയിലേക്ക് ഒരു താല്പര്യം വരാനുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു സാറിൻ്റെ? മറ്റെന്തായിരുന്നു ഔദ്യോഗിക മേഖല ഏതായിരുന്നു? അതിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? നമ്മൾ പാരമ്പര്യമായിട്ട് കർഷക കുടുംബമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1994 ഞാൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്ത് ഗോവയിലായിരുന്നു എൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. 1.5 വർഷത്തോളം ഗോവ ട്രെയിനിങ് കഴിഞ്ഞ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. നമ്മുടെ സംസ്കാരങ്ങൾ പഠിക്കാനും, ഇന്ത്യയുടെ എല്ലാ സംസ്കാരങ്ങളും പഠിക്കാനും, പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യാനും, അങ്ങനെയൊക്കെ എല്ലാ ഒരു ഭാഗ്യവും കിട്ടി. അത് ഇന്ത്യൻ ആർമി തന്നതുകൊണ്ടും ഇന്ത്യൻ ആർമി ജോയിൻ ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2006 UN മിഷൻ്റെ ഒരു 6 മാസത്തെ UN മിഷൻ കൂടെ എനിക്ക് പോകാൻ പറ്റി. അത് സുഡാനിലായിരുന്നു ഞാൻ പോയത്. ഏകദേശം 8 മാസത്തോളം ഞാനവിടെ ജോലി ചെയ്തു. 2006 ഡിസംബറോടുകൂടി അവിടുന്ന് തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് 2018 ഞാൻ റിട്ടയർഡായി. 2018 റിട്ടയർഡായി. അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെഡല് അവാർഡായിട്ട് തരാറുണ്ട്. അപ്പോൾ ആ അവാർഡാണ് എനിക്ക് ഈ മാസം ആദ്യത്തെ, അതായത് ജൂലൈയോടുകൂടി എനിക്ക് കിട്ടിയത്. ആ ഒരു അത്രത്തോളം ഇന്ത്യൻ ആർമി നമ്മളെ ഒരിക്കലും മറക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വലിയ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ മുഴുവൻ സമയം ഈ ഒരു കൃഷിയും ഇതൊക്കെ ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത്? വേറെ എന്തെങ്കിലും ഒരു ജോലിയോ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഞങ്ങളൊരു ഷോപ്പ് നടത്തുന്നുണ്ട്, ഒരു ഫ്ലോർ മില്ല്. അതായത് നമ്മളെ കൃഷിയിലും
കിട്ടുന്ന ഈ നെല്ല് അതുപോലെ അത് പിന്നെ അരിയാക്കി അങ്ങനെ വിൽപ്പന ചെയ്യുന്നുണ്ട്. അതുപോലെ പൊടികൾ, മസാലപ്പൊടികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ മെയിനായിട്ട് നമ്മൾ കൃഷിയാണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് വൈഫുണ്ട്, 2 മക്കളുണ്ട്, അച്ഛനും അമ്മയും. എല്ലാവരും ഈ ഒരു ഇതിനോട് വളരെ താല്പര്യം. എല്ലാവരും നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ കാർഷിക കുടുംബമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല താല്പര്യമാണ്. വൈഫിന്റെ സപ്പോർട്ടോടു കൂടിയാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു.